ഇന്ന് യുദ്ധം തുടങ്ങിയിട്ട് 19 ദിവസമായി. ഈ 19 ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക ലോകരാജ്യങ്ങളെടുത്ത് കെഞ്ചുകയാണ്. പ്ലീസ് ഹെൽപ്പ് അസ് ടു ഓപ്പൺ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന്. അതായത് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നടാവേ ഞങ്ങൾ മടുത്തു, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറക്കാനെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി ഷിപ്പുകളൊന്നും പോകുന്നില്ലെന്ന്, അല്ലേ? എന്നാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി പാകിസ്ഥാൻ്റെ 2 ഷിപ്പുകളാണ് ഇന്നലെ പോയത്. പാകിസ്ഥാൻ്റെ ഷിപ്പുകളോ അല്ലേ? അതെ, പാകിസ്ഥാൻ ഷിപ്പുകൾ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഷിപ്പുകൾ കൊണ്ടുപോകാം, പക്ഷേ നിങ്ങൾ അമേരിക്കയുടെ ഡോളർ വെച്ച് ക്രൂഡ് ഓയിൽ മേടിക്കാതെ ചൈനയുടെ കറൻസിയായ യുവാൻ വെച്ച് ക്രൂഡ് ഓയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി കടന്നു പോകാമെന്ന്. അപ്പോൾ അങ്ങനെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ചെറിയൊരു പൈസ കൊടുക്കണം, അതിനുശേഷം ഇവരെ കടത്തിവിടും. ഇപ്പോൾ ഇത് ആർക്കിട്ടുള്ള അടിയാണ്? അമേരിക്കയ്ക്കിട്ടുള്ളത്. അതായത് ഡോളറിനെ അവരെന്നാ കാണിച്ചു, ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ആർക്ക് ഈഗോ അടിക്കും? അമേരിക്കയ്ക്ക് ഓൾറെഡി ഈഗോ അടിച്ചു. അതുകൊണ്ടാണ് അമേരിക്ക ലോകരാജ്യങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കെഞ്ചിയത്. ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറക്കേണ്ടത് ഇപ്പോൾ ആരുടെ കടമയായി? അമേരിക്കയുടെ കടമയായി. ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതൊരു വലിയൊരു നാണക്കേടാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ച് അറിയണ്ടേ? ഐ എം ജോസ് പ്രകാശ്, വെൽക്കം ടു ദ വീഡിയോ. ഈ യുദ്ധം സ്ട്രേറ്റ് ഓഫ് ഹോർമസിനെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോലും ഈ യുദ്ധത്തിൻ്റെ ചൂട് അനുഭവപ്പെട്ടത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചതിന് ശേഷമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ച് വലിയധികം ചർച്ച ചെയ്യത്തില്ല. നമുക്ക് ക്രൂഡ് ഓയിൽ, അതായത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് വരുന്നില്ലാത്തതുകൊണ്ടും ഡീസൽ വരുന്നില്ലാത്തതുകൊണ്ടുമൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയതും ലോകരാജ്യങ്ങളും ഈ പറഞ്ഞ പോലെ ഈ യുദ്ധത്തെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതും. ഈ യുദ്ധത്തിൽ, അതായത് ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചതിന് ശേഷം അമേരിക്ക ഒരു പ്രസ്താവന നടത്തി. അതായത് ഞങ്ങളുടെ നേവൽ ഷിപ്പ് വെച്ച്, അതായത് ഞങ്ങളുടെ മിലിറ്ററി ഷിപ്പ് വെച്ചിട്ട് ഞങ്ങൾ എസ്കോർട്ട് തരാം, അതായത് നമ്മുടെയൊക്കെ ടാങ്കറിന് എസ്കോർട്ട് തരാം, അങ്ങനെ നമ്മുടെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴി ഈ പറഞ്ഞ പോലെ ഷിപ്പിനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പ്രാക്ടിക്കലി ഇത് വർക്കൗട്ട് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഇറാൻ കയറി അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഷിപ്പ് അടിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഷിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടെ ഡോളറിൻ്റെ വാല്യൂ കുറയും, ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന് വില കൂടും, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഇതിന് പുറകെയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ അമേരിക്ക ഈ പറയുന്ന ആൾക്കാരെ അകത്തോട്ട് വിന്യസിപ്പിക്കാത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ UN ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിലിറ്ററി സപ്പോർട്ടോടുകൂടി ഈ പറഞ്ഞ പോലെ ടാങ്കറുകൾ കാര്യങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ വഴി കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യുദ്ധം എസ്കലേറ്റ് ആകുമെന്ന്. അതായത് ഇത് പറയാൻ കാരണമുണ്ട്, ഇതൊരു എസ്കലേഷൻ ട്രാപ്പാണ്. എസ്കലേഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക പറയുന്ന പോലെ ലോകരാജ്യങ്ങൾ ഒരു 10 രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് സപ്പോർട്ട് ചെയ്ത് വന്നു നിന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഓരോ ഷിപ്പ് പോകാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ 10 രാജ്യങ്ങളുടെ ഷിപ്പ് ഇവർക്ക് എസ്കോർട്ട് ചെയ്തെന്നിരിക്കട്ടെ. അപ്പം ഇറാൻ എന്തായാലും അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇറാൻ ഏതെങ്കിലും ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജപ്പാൻ്റെ ഷിപ്പ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാൻ കണ്ടിട്ട് ചുമ്മാ ഇരിക്കത്തില്ല. ജപ്പാൻ എന്തായാലും യുദ്ധത്തിലേക്ക് വരും. അപ്പോൾ ഈ 9 രാജ്യങ്ങളുണ്ടല്ലോ, ഇവരും ഈ കൂടത്തിൽ വന്നതാണല്ലോ. അപ്പോൾ ഈ കൂടത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കൂടി എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ജപ്പാൻ്റെ കൂടത്തിൽ നിന്ന് ഈ ഒരു യുദ്ധം 9 രാജ്യങ്ങളിലെ 10 രാജ്യങ്ങളുടെ കൂടെ യുദ്ധമാകും. അതാണ് പറഞ്ഞത് എസ്കലേഷൻ ട്രാപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇറാൻ ഇവരെല്ലാമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. പിന്നീട് ഇതൊരു വേറൊരു ലോകമഹായുദ്ധമായിട്ട് ഇത് മാറും. അതാണ് UN ഇതിനെ കർശനമായിട്ട് ഇതിനെ എതിർത്തത്. എന്നാലും ഈ പറഞ്ഞ പോലെ അമേരിക്ക ലോകരാജ്യങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. ഈ പറഞ്ഞ പോലെ ജപ്പാൻ ആദ്യമായിട്ട് എതിർത്തു, അതുപോലെ തന്നെ ഓസ്ട്രേലിയ എതിർത്തു, ജർമ്മനി എതിർത്തു എന്ന് വേണ്ട എല്ലാവരും തന്നെ എതിർക്കുകയും ഇത് അമേരിക്കയുടെ വാറാണ്, ഇത് ഞങ്ങളുടെ വാറല്ലെന്ന് പറഞ്ഞു. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ജപ്പാനെ നമുക്ക് എടുക്കാം. ജപ്പാൻ എടുക്കുമ്പോൾ ലോകത്തിലെ 3rd ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ളത് ജപ്പാൻ്റെ കയ്യിലാണ്. അപ്പോൾ ജപ്പാൻ ആവശ്യമില്ലാതെ ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ 8 തൊട്ട് 11 മാസം വരെ ക്രൂഡ് ഓയിൽ റിസർവ് ഉണ്ട്. അപ്പം ആവശ്യമില്ലാതെ ജപ്പാൻ ഇതിനകത്ത് വന്നിട്ട് ജപ്പാൻ്റെ ഒരു ഫ്ലീറ്റ് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ അത് നാണക്കേടാകും. അപ്പോൾ നേരെ തിരിച്ച് നമുക്ക് ഫ്രാൻസ് എടുക്കാം. ഫ്രാൻസ് എടുത്തു കഴിയുമ്പം ഫ്രാൻസിന് ആ കൂടി ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്ന 8% ക്രൂഡ് ഓയിലാണ്. അപ്പം വെറുതെ ആവശ്യമില്ലാതെ ഫ്രാൻസ് ഇതിനകത്ത് വരേണ്ട ആവശ്യമുണ്ടോ? അതാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് ഇത് അമേരിക്കയുടെ വാറാണ്, അമേരിക്ക എന്താണെന്ന് വെച്ചാൽ കാണിച്ചു, ഞങ്ങൾ ഇതിനകത്ത് വരത്തില്ലെന്ന് പറയുന്നത്. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഈ യുദ്ധത്തെ മിസ്കാൽക്കുലേറ്റ് ചെയ്തെന്നാണ്. അപ്പം ട്രംപ് വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന് ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ നേരെ കൊണ്ടുപോയി ഒരു ബോംബിട്ട് അവരുടെ പ്രധാനപ്പെട്ട
ടീം ലീഡേഴ്സിനെ എല്ലാം കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം അവിടെ കൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് പിന്നീട് ഓരോരോ നേതാക്കന്മാരുണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒത്തിരിയേറെ യുദ്ധത്തിന് വേണ്ട മിസൈൽസ് കാര്യങ്ങൾ അമേരിക്കയുടെ നേരെയും ഇസ്രായേലിൻ്റെ നേരെയും അവരുടെ അലയൻസ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ നേരെയും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഡ്രോണും കാര്യങ്ങളും വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ സെലൻസ്കിയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽസ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ചെറിയ ഡ്രോൺ അടിക്കുന്നത്. അതായത് ഇറാൻ്റെ ഡ്രോൺ ആ കൂടി 2000 രൂപയൊക്കെ വരത്തുള്ളൂ. അമേരിക്കയുടെ ഞാനൊരു കൽക്കുലേഷനാണ് പറഞ്ഞത്. അപ്പം അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽസിന് ഏറെക്കുറെ ഒരു $2 മില്യൺ വരുമെന്ന് വെച്ചാൽ ഈ പറയുന്ന 2000 വിലയുള്ള ഒരു ഡ്രോണിനെ അടിക്കുന്നത് 2 ലക്ഷം വിലയുള്ള ഒരു പാട്രിയോട്ട് മിസൈൽ വെച്ചിട്ടാണ്. അപ്പം ഒത്തിരി നഷ്ടം അമേരിക്കയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ സെലൻസ്കി പറഞ്ഞു, ഞങ്ങൾക്ക് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഉണ്ട്, ഞങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറച്ച് പൈസയും തരണം, ആ കൂട്ടത്തിൽ നിങ്ങളുടെ പാട്രിയോട്ട് മിസൈൽസും വേണം. അമേരിക്ക ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. എന്നാലും പുള്ളി ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു കച്ചവടമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാനെ അടിച്ചതിൽ ഇറാൻ്റെ 2 ടോപ്പ് ഒഫീഷ്യൽസ് മരിച്ചുപോയി. അതായത് അയത്തുള്ള കമീനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേരായിരുന്നു ഇവർ കൊന്നിരിക്കുന്നത്. പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ അൽ ലാർജിയാനി എന്നാണ്. അപ്പം പുള്ളിയുടെ ടോപ്പ് ഒഫീഷ്യൽസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായാലും ഇറാൻ കണ്ടിട്ട് ചുമ്മായിരിക്കത്തില്ല, ഇറാനും കയറി അറ്റാക്ക് ഇനിയും ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദുബായിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ദുബായിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ഫ്ലൈറ്റും കാര്യങ്ങളും ഇറങ്ങുന്നില്ല. അവരുടെ ഈ പറഞ്ഞ പോലെ എയർപോർട്ടിൽ അറ്റാക്ക് നടന്നപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ എയർപോർട്ടും കാര്യങ്ങളും തുറന്നിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ദുബൈയിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടം കൊണ്ട് ഈ വീഡിയോ തീരുന്നില്ല. ഈ പറഞ്ഞ പോലെ ടെൻഷനും കാര്യങ്ങളും ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഇതിനേക്കാളും അടിപൊളി ഇൻഫർമേഷനായിട്ട് കാണാം. നിങ്ങൾ മാക്സിമം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ദിസ് ഇസ് ജോസ് പ്രകാശ്. Next video.